ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ലോഗ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മലബാർ സ്പെഷ്യൽ ബൺ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തതും 2 പച്ചമുളകും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ബൺ നിറക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിവശം ചെറുതായി സ്ക്വയർ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാം. ബണ്ണിൽ ഫില്ല് ചെയ്യാനായി ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫില്ല് ചെയ്ത ബൺ ഒട്ടിച്ച് വെക്കാനായി മൈദ ബാറ്റർ ഉണ്ടാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബണ്ണിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മസാല വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ പീസ് വെച്ച് കൊടുത്ത ശേഷം മൈദമാവ് കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബൺ കൂടെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 ബണ്ണും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള സൈഡിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്ത ശേഷം ബൺ ഓരോന്നായി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.